ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ബിംബിസാര രാജാവ് ശ്രീബുദ്ധനെ കാണാനായിട്ട് കടന്നു വന്നു. രണ്ടുപേര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വൃദ്ധനും ബുദ്ധനെ കാണാനെത്തി. ശ്രീബുദ്ധൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, 4. ഇത് കേട്ട് രാജാവിന് അത്ഭുതമായി. 80 വയസ്സോളം കണ്ടാൽ പ്രായം തോന്നുന്ന ഈ പടുകിളവിന് 4 വയസ്സോ? ഓർമ്മക്കുറവായിരിക്കും. രാജാവ് ബുദ്ധനോട് ചോദിച്ചു, ഇയാൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? മരണത്തോടടുത്തിരിക്കുന്ന ഇയാൾക്ക് 4 വയസ്സോ? രാജാവ് ചിരിച്ചു. എന്നാൽ ബുദ്ധൻ പറഞ്ഞു, രാജൻ, ഞങ്ങൾ വയസ്സ് കണക്കാക്കുന്നത് താങ്കൾ കാണുന്നത് പോലെയല്ല. ആ രീതി താങ്കൾക്ക് പരിചയമില്ല. 4 വർഷം മുമ്പ് മാത്രമാണ് അദ്ദേഹം സന്യാസിയായത്. 80 വർഷം ഈ ലോകത്ത് ജീവിച്ചാലും സത്യത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, ജീവിതത്തിൽ പ്രകാശം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ, ജീവിച്ച കാലമെല്ലാം പാഴ്വർഷങ്ങൾ മാത്രം. ശരിയാണ്, നാമൊക്കെ എത്ര വയസ്സ് വരെ ജീവിച്ചു എന്നതിൽ വലിയ പ്രസക്തിയില്ല, എങ്ങനെ ജീവിച്ചു എന്നതിലാണ് കാര്യം. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ചോദ്യം ചോദിച്ചത് ക്രിസ്തുവാണ്. വലിയ അറിവുണ്ടെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന നിക്കോദിമോസ് രാത്രിയിൽ ക്രിസ്തുവിനെ കാണാനെത്തുന്നു. എന്നാൽ വീണ്ടും ജനനത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്ന വാക്കുകളൊന്നും അവന് മനസ്സിലായില്ല. ജീവിതത്തിൽ നേടുന്ന അറിവോ കൈവശമാക്കിയ സമ്പത്തോ ലഭിക്കപ്പെട്ട ഉയർന്ന പദവികളോ ഒന്നും മനുഷ്യന്റെ നിത്യമായ ആയുസ്സിന് ഉപകരിക്കുന്നില്ല. വെളിച്ചത്തെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയുക എന്നതാണ് പ്രധാനം. ആ വെളിച്ചം ക്രിസ്തുവാണ്. ക്രിസ്തു സന്നിധിയിൽ വെളിച്ചം തേടി എത്തുന്നത് മുതലാണ് നമ്മുടെ എല്ലാം ജീവിതം ആരംഭിക്കുന്നത്. അവിടെ മുതലാണ് വയസ്സ് തുടങ്ങുന്നത്. ക്രിസ്തുവാകുന്ന വെളിച്ചം തേടി നടക്കാത്ത കാലം മുഴുവൻ പാഴ്ദിനങ്ങൾ മാത്രം. ആ പ്രകാശം കണ്ടെത്തിയാൽ ജീവിതത്തിലെ ഇരുട്ട് മാറ്റപ്പെടും. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിർത്താൻ സൂര്യപ്രകാശം സഹായിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ ആത്മാവിന് പുതുജീവൻ പകർന്നു നൽകി അതിനെ വളർത്തുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുന്ന ക്രിസ്തു ശിഷ്യരോട് പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന്. ക്രിസ്തുവിനെ തേടിയുള്ള യാത്രയിൽ ഒരു മനുഷ്യന് സംഭവിക്കേണ്ട മാറ്റമാണ് പ്രതിപാദിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ ലോകത്തിന്റെ പ്രകാശമാകുക, മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുട്ട് മാറ്റി സന്തോഷവും സമാധാനവും പകരുക. ഇതാണ് യഥാർത്ഥ ജീവിതം. ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ കഴിയാത്ത ആയുസ് കൊണ്ട് എന്ത് പ്രയോജനം? 100 വയസ്സ് ജീവിച്ചു എന്ന് കേൾക്കുന്നതിലും എത്രയോ നല്ലതാണ് അവൻ ജീവിച്ച കാലം അത്രയും ക്രിസ്തുവിൽ ജീവിച്ചു എന്ന് കേൾക്കുന്നത്. നമ്മുടെ ദിനങ്ങൾ വെറും പാഴ്ദിനങ്ങളാകാതെ ക്രിസ്തുവിനോട് കൂടിയുള്ള ദിവസങ്ങളാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിറഞ്ഞ അറിവിൽ വളരാൻ, ഈശ്വര കൃപയാൽ നിറയാൻ. നിറഞ്ഞ അറിവിൽ വളരാൻ, ഈശ്വര കൃപയാൽ നിറയാൻ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ.